ക്യാപ് ഫണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വാണ്ടം മിഡ് ക്യാപ് ഫണ്ടാണ്. ഈ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ SIP ആയിട്ട് ലംസായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് റിട്ടേൺസ് ആണ് 6 months, 1 year, 3 year, 5 year റിട്ടേൺസ് ആണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ ഫണ്ടിൻ്റെ ഇൻഫർമേഷൻ, മിനിമം SIP എമൗണ്ട് 1000 ആണ്. ഇൻസെപ്ഷൻ ഡേറ്റ്, അതായത് ഈ ഫണ്ട് സ്റ്റാർട്ട് ചെയ്തത് January 1st, 2013 ലോഗിൻ പീരീഡ് നോ. NAV, കറൻറ്റ് NAV ഓൺ August 12th, 2024 267 rupees. Total AUM of the fund 9,283 crore. Expense ratio direct 0.58. Benchmark and fund plan growth. SIP കാൽക്കുലേറ്റർ ഇവിടെ ഇതിൽ തന്നെ ഇൻബിൽട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ദെൻ ഇതിൻ്റെ യൂണിറ്റ് ഹെൽഡ് ടാക്സസ്. യൂണിറ്റ് ഹെൽഡ് ലെസ് ദാൻ 1 year, ഒരു വർഷത്തിൻ്റെ മുന്നേ നമ്മൾ ഫണ്ട് ഒരു വർഷത്തിന് മുന്നേ ആണെങ്കിൽ നമ്മൾ ടാക്സ് 15%. ക്യാപിറ്റൽ ഗെയിന് 1,25,000 മുകളിലാണ്, അതായത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ്. പിന്നെ ഒരു ലോങ് ടേം എന്ന് പറയുന്നത് 1 year, എബോവ് 1 year ആണ്, 10%. എക്സിറ്റ് ലോഡ് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൊതുവേ എക്സിറ്റ് ലോഡ് ഇത് 3 months മുന്നേ നമ്മൾ ഈ ഫണ്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ, റിഡീം ചെയ്യുകയാണെങ്കിൽ 0.5% എക്സിറ്റ് ലോഡ് വരും. ഇതിൽ ടോട്ടൽ ക്വാണ്ടൻ്റെ മിഡ് ക്യാപ്പിൽ ടോട്ടൽ 23 സ്റ്റോക്സ് ആണുള്ളത്. 9 സെക്ടേഴ്സ് ഇൻ ഇൻഡസ്ട്രിയൽ, ബേസിക് മെറ്റീരിയൽ, ഹെൽത്ത് കെയർ, എനർജി, കൺസ്യൂമർ. ഇൻഡസ്ട്രിയൽ 25%, ബേസിക് മെറ്റീരിയൽ 20%, ഹെൽത്ത് കെയർ 16%, എനർജി 12%, കൺസ്യൂമർ ഡിഫൻസ് 7%, ഫിനാൻസ് സർവീസ് 5%, കൺസ്യൂമർ സൈക്ലിക്കൽ 4%, ടെക്നോളജി 3%, കമ്മ്യൂണിക്കേഷൻ സർവീസ് 3%. ഇങ്ങനെയാണ് ഇതിൻ്റെ സെക്ടർ വൈസ് പോകുന്നത്. ഇനി നമുക്ക് സ്റ്റോക്സ് നോക്കാം. ഹോൾഡിങ്സിൽ ഇത്രയും കമ്പനീസാണ് വരുന്നത്. റിലയൻസ്, ഓറോബിൻഡോ ഫാർമ, റിലയൻസ് കണ്ടെയ്നർ കോർപ്പറേഷൻ ഇന്ത്യ, സ്റ്റീൽ അതോറിറ്റി, മെറിക്കോ, ITC, MRF, ടാറ്റ കമ്മ്യൂണിക്കേഷൻ, ഫ്യൂച്ചർ ഓൺ ടാറ്റ കമ്മ്യൂണിക്കേഷൻ, ഇന്ത്യൻ റെയിൽവേ, ടാറ്റ പവർ, LIC, ആബട്ട് ഫാർമ, ആദിത്യ ബിർള ക്യാപിറ്റൽ. ഇങ്ങനെയുള്ള ഇത്രയും സ്റ്റോക്സാണ് മെയിൻലി ഫണ്ടിൽ ഹോൾഡ് ചെയ്തിട്ടുള്ളത്.